Good morning, students. Today we study the working of four-stroke diesel engine. In the previous class, we studied the working of four-stroke petrol engine. Okay. The working of four-stroke diesel engine similar to four-stroke petrol engine. The differences are: only air is admitted during the suction stroke. Only air is admitted during the suction stroke. And fuel or diesel is injected at the end of compression by a fuel injector. These two are the main difference between the working of four-stroke petrol engine and four-stroke diesel engine. Okay. അതായത് ഫോർ-സ്ട്രോക്ക് ഡീസൽ എഞ്ചിന്റെയും ഫോർ-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെയും വർക്കിംഗ് ഏകദേശം സെയിം ആണ്. എന്തുമാത്രമാണ് വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതില് ഫോർ-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിൽ സക്ഷൻ സമയത്ത് എയർ ഫ്യൂൽ മിക്സർ ആണ് ഉള്ളിലേക്ക് വന്നിരുന്നെങ്കിൽ, ഇവിടെ ഡീസലിന്റെ കേസിൽ എയർ മാത്രമാണ് സെക്ഷൻ സ്ട്രോക്കിൽ അല്ലെങ്കിൽ സെക്ഷൻ സമയത്ത് സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. എയർ മാത്രമാണ് പ്രവേശിക്കുന്നത്. അതേസമയം ഫ്യൂൽ എപ്പോഴാണ് വരുന്നത്? ഡീസൽ അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ സ്ട്രോക്ക്. ഈ കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് ഡീസൽ ഡീസൽ ഫ്യൂൽ അല്ലെങ്കിൽ ഫ്യൂല് നമ്മുടെ സിലിണ്ടറിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? ബൈ ഇഞ്ചക്ഷൻ. ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ ഉപയോഗിച്ച് ഹൈ പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നല്ലൊരു പ്രഷറിൽ അതിനെ ഇഞ്ചക്ട് ചെയ്യാണ്. ഫ്യൂൽ ഇഞ്ചക്ടർ ആണ് കാണുന്നത്. ഈ ഫ്യൂൽ ഇഞ്ചക്ടർ ഉപയോഗിച്ചിട്ട് ഹൈ പ്രഷറിൽ നമ്മൾ അതിനെ ആ സിലിണ്ടർ ചേമ്പറിലേക്ക് ഇഞ്ചക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതില് ഫോർ-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനും ഫോർ-സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും തമ്മില് പ്രധാനമായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. ഫസ്റ്റ് വൺ, ഇതിലും 4 പ്രോസസ് ഉണ്ട്. ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് സക്ഷൻ ആണ്, സെക്കൻഡ് കംപ്രഷൻ ആണ്, തേർഡ് എക്സ്പാൻഷൻ ആണ്, ഫോർത്ത് എക്സോസ്റ്റ് ആണ്. ഈ 4 പ്രോസസ്സും ഇതില് നടക്കുന്നുണ്ട്. അപ്പം ഡ്യൂറിംഗ് ദ സക്ഷൻ സ്ട്രോക്ക്, ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് സക്ഷൻ. ഡ്യൂറിംഗ് ദ സക്ഷൻ സ്ട്രോക്ക്, piston moves TDC to BDC. Piston moves TDC to BDC. At that time, inlet valve open, exhaust valve closed. Inlet valve open ആയിട്ടാണ് ഇരിക്കുന്നത്. exhaust valve closed ആയിരിക്കുന്നത്. Only air at atmospheric pressure. അന്തരീക്ഷ മർദ്ദത്തിലാണ് എയർ നമ്മൾ ഇതിനുള്ളിലേക്ക് കയറുന്നത്. എയർ at atmospheric pressure enters into the cylinder through inlet valves. Air at atmospheric pressure enters into the cylinder through the inlet valve. ഇതാണ് സക്ഷൻ സ്ട്രോക്കിൽ നടക്കുന്നത്. Once again, piston moves TDC to BDC, inlet valve open, exhaust valve closed. Only air is entered into the cylinder through the inlet valve. ഇതാണ് നമ്മുടെ സക്ഷൻ സ്ട്രോക്കില് അതിൽ നടക്കുന്നത്. സെക്കൻഡ് വൺ എന്താണ്? കംപ്രഷൻ സ്ട്രോക്ക്. ഇൻ ദിസ് സ്ട്രോക്ക്, ഇൻലെറ്റ് വാൽവ് ക്ലോസ്ഡ്, എക്സോസ്റ്റ് വാൽവ് ക്ലോസ്ഡ്. Both valves are remains closed. Compression stroke le both valves are remains closed. Piston moves BDC to TDC. Piston moves BDC to TDC. BDC ൽ നിന്നും TDC ലേക്കാണ് piston മൂവ് ചെയ്യുന്നത്. Okay. Piston moves BDC to TDC. At the end of the compression, ഈ കംപ്രഷന്റെ പിസ്റ്റൺ എങ്ങനെ നമ്മുടെ TDC എത്തി. അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ എന്ത് സംഭവിക്കുന്നു? അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ ഫ്യൂൽ ഈസ് ഇഞ്ചക്റ്റഡ് അറ്റ് വെരി ഹൈ പ്രഷർ. ഫ്യൂൽ ഇഞ്ചക്ടർ എന്ത് ചെയ്യും? high pressure le fuel ne ഇതിലേക്ക് inject ചെയ്യും. At the end of the compression,
ഫ്യൂൽ ഈസ് ഇഞ്ചക്റ്റഡ് അറ്റ് വെരി ഹൈ പ്രഷർ. അപ്പൊ എന്താ സംഭവിക്കുക? Then the ignition take place. ആ സമയത്ത് എന്താ സംഭവിക്കുക? അവിടെ ഇഗ്നിഷൻ നടക്കും. Then the ignition takes place. ഇവിടെ ഫ്യൂൽ എന്ത് ചെയ്യും? ഇഗ്നൈറ്റ് ചെയ്യും, ബേൺ ചെയ്യും. അപ്പൊ ഈ കംപ്രഷന്റെ അവസാന ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഡീസലിനെ ഹൈ പ്രഷറിൽ, വെരി ഹൈ പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. ആ വെരി ഹൈ പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? ഇഗ്നിഷൻ നടക്കും. ഇഗ്നിഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ. ഓക്കെ, നെക്സ്റ്റ് സ്ട്രോക്ക്. നെക്സ്റ്റ് സ്ട്രോക്ക് ഏതാണ്? എക്സ്പാൻഷൻ. ഡ്യൂ ടു ദ ഹൈ പ്രഷർ ഓഫ് ബേൺഡ് ഗ്യാസ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പാൻഷൻ ടേക്സ് പ്ലേസ്. നമ്മുടെ ഫ്യൂൽ ബേൺ ചെയ്തു. അപ്പോ ഡ്യൂ ടു ദ ഹൈ പ്രഷർ ഓഫ് ദ ബേൺഡ് ഗ്യാസ്, പിസ്റ്റൺ ഫോഴ്സ്ഡ് ഇറ്റ് ടു മൂവ് TDC to BDC. ഇവിടെ ഈ ഹൈ പ്രഷറിൽ നമ്മുടെ പിസ്റ്റന്റെ മുകളിൽ ഹൈ പ്രഷർ കൊടുക്കുന്നത് ഇത് ബേൺഡ് ഗ്യാസ്. അപ്പം പിസ്റ്റൺ മുകളിൽ നിന്നും താഴോട്ട് തള്ളും. നന്നായിട്ട് ശക്തമായി താഴോട്ട് പിസ്റ്റനെ തള്ളും. പിസ്റ്റൺ TDC നിന്നും BDCയിലേക്ക് മൂവ് ചെയ്യും. The expanding gas performs work on the piston. The expanding gas performs work on the piston. Okay, so it is called working stroke. അതുകൊണ്ട് മലയാളത്തിന് വർക്കിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നു. അതായത് പവർ സ്ട്രോക്ക് അഥവാ വർക്കിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഏത് സ്ട്രോക്കിനെ? എക്സ്പാൻഷൻ സ്ട്രോക്കിനെ. അപ്പൊ എക്സ്പാൻഷൻ സ്ട്രോക്കിൽ എന്തൊക്കെ സംഭവിക്കുന്നു? ബോത്ത് valves, inlet valves and exhaust valve remains closed. രണ്ട് വാൽവുകളും അടഞ്ഞു കിടക്കും. ഇൻലെറ്റ് വാൽവ് ആൻഡ് എക്സോസ്റ്റ് വാൽവ് remains closed. What is remains closed? ഇവിടെയും എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആയിരുന്നു. ഇവിടെയും ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവും ക്ലോസ് ആയിരുന്നു. ഇവിടെയും ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ് ആണ്. അതുകൊണ്ടാണ് റിമെയിൻസ് ക്ലോസ് എന്ന് പറയുന്നത്. മൂന്ന് സമയത്തും അത് ക്ലോസ് ആയി തന്നെ കിടക്കുകയാണ്, അതിനിടയ്ക്ക് തുറന്നിട്ടില്ല. അപ്പോ ഇവിടെ ഈ രണ്ട് കംപ്രഷൻ സ്ട്രോക്കിലും എക്സ്പാൻഷൻ സ്ട്രോക്കിലും both inlet valve and exhaust valves are remains closed. Okay. Then exhaust stroke. The fourth stroke is exhaust stroke. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമുക്കറിയാം in this stroke piston moves BDC to TDC. In this stroke piston moves BDC to TDC. Piston BDC നിന്നും TDC ലേക്കാണ് exhaust strokeൽ മൂവ് ചെയ്യുന്നത്. ഓക്കെ. ഇൻലെറ്റ് വാൽവ് ക്ലോസ്. ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആയി കിടക്കുന്നു. എക്സോസ്റ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവിൻ ഓപ്പൺ പൊസിഷൻ. ഓപ്പൺ പൊസിഷനിലാണ് ഇതില് എക്സോസ്റ്റ് വാൽവ് കിടക്കുന്നത്. അതേസമയം ഇൻലെറ്റ് വാൽവ് ഇൻ ക്ലോസ്ഡ് പൊസിഷൻ. ഓക്കെ. ഇൻലെറ്റ് വാൽവ് ക്ലോസ്ഡ് പൊസിഷനിലും എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ പൊസിഷനിലാണ്. ഏത് സ്ട്രോക്കില്? എക്സോസ്റ്റ് സ്ട്രോക്കില്. ഓക്കെ. Due to the upward movement of the piston, the burned gases inside the cylinder is driven out through the exhaust valve. ഇതിനുള്ളിൽ ബേൺഡ് ഗ്യാസ് ആണ് നിലവിലുണ്ടായിരുന്നത്. ആ ബേൺഡ് ഗ്യാസിനെ എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തേക്ക് തള്ളും. Driven out to the exhaust valve. Okay. The process is called scavenging. എക്സോസ്റ്റ് ബേൺഡ് ഗ്യാസിനെ എക്സോസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. നമ്മള് നേരത്തെ ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനും പഠിച്ചു. അത് തന്നെയാണ് ഇതിലും നടക്കുന്നത്. നമ്മുടെ ബേൺഡ് ഗ്യാസ് എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തേക്ക് പോകുന്ന പ്രോസസ് പറയുന്ന പേരാണ് സ്കാവെഞ്ചിങ്. ഇത്രയാണ് നമ്മളിത് പഠിക്കാനുള്ളത്. ഇതിൽ ശ്രദ്ധിക്കുക. ഒന്ന്, ഇവിടെ ഇൻലെറ്റ് വാൽവ് ഉണ്ട്, ഇവിടെ എക്സോസ്റ്റ് വാൽവ് ഉണ്ട്. പെട്രോൾ എഞ്ചിന് സ്പാർക്ക് പ്ലഗ് ആയിരുന്നെങ്കിൽ ഇവിടെ ഫ്യൂൽ ഇഞ്ചക്ടർ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ സമയത്ത് ഇവിടെ സ്പാർക്ക് പ്ലഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിനില് ഇവിടെ
ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് ഉള്ളത്. അതാണ് ഒരു പ്രധാന വ്യത്യാസം നമ്മുടെ ഫിഗറിലും കാണിക്കേണ്ടത്. ഓക്കെ, പിന്നീട് ഇതിന്റെ സക്ഷൻ സ്ട്രോക്ക് സമയത്ത് പിസ്റ്റൺ ടി ഡി സിയിൽ നിന്നും ബി ഡി സിയിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആരോ മാർക്ക് ടി ഡി സിയിൽ നിന്നും ബി ഡി സിയിലേക്ക് കാണിക്കുന്നു. അതുപോലെ തന്നെ റൊട്ടേഷൻ കാണിക്കുന്നു. നമ്മുടെ റാങ്ക് താഴോട്ട് മൂവ് ചെയ്യുന്നതായി കാണിക്കുന്നു. ഓക്കെ, ഈ ഒരു ഹാഫ് റൗണ്ട് ആണ് ഇവിടെ സംഭവിക്കുന്നത്. സക്ഷൻ സ്ട്രോക്കില് ഇവിടെ നിന്നും ഇവിടേക്ക് എന്ത് ചെയ്യും, റാങ്കും റാങ്കിൽ നിന്ന് മൂവ് ചെയ്യും. അതുകൊണ്ട് കണക്കൂടെ താഴോട്ട് മൂവ് ചെയ്യും, ഇവിടെ എത്തും. അപ്പൊ അതാണ് ടി ഡി സി ടു ബി ഡി സി എന്ന് പറയുന്നത്. ഇവിടുന്ന് താഴോട്ട് പിസ്റ്റൺ മുകളിൽ നിന്നും താഴോട്ട്. നെക്സ്റ്റ് റൊട്ടേഷനില് നമ്മുടെ റാങ്ക് ഇവിടെ നിന്നും മുകളിലേക്ക് എത്തും, പിസ്റ്റൺ താഴെ നിന്നും മുകളിലേക്ക് എത്തും, ബി ഡി സിയിൽ നിന്നും ടി ഡി സിയിലേക്ക് എത്തും. അടുത്ത എക്സ്പാൻഷൻ സ്ട്രോക്കില് നമ്മുടെ റാങ്ക് ഈ മുകളിൽ നിന്നും താഴേക്ക് എത്തും. ആ സമയം പിസ്റ്റൺ മുകളിൽ നിന്നും താഴേക്ക് എത്തും. നെക്സ്റ്റ് എക്സസ് സ്ട്രോക്കില് നമ്മുടെ ക്രാങ്ക് താഴെ നിന്നും മുകളിലേക്ക് എത്തും, പിസ്റ്റൺ താഴെ നിന്നും മുകളിലേക്ക് എത്തും. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നീട് വാൽവിന്റെ പൊസിഷൻ. വാൽവിന്റെ പൊസിഷൻ ഏതാണ്? സക്ഷൻ സമയത്ത് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ, ബാക്കി എക്സോസ്റ്റ് വാൽവ് ക്ലോസ്ഡ്. കംപ്രഷൻ സ്ട്രോക്കിലും എക്സ്പാൻഷൻ സ്ട്രോക്കിലും രണ്ട് വാൽവുകളും ക്ലോസ്ഡ്. എക്സോസ്റ്റ് സ്ട്രോക്കില് ഇൻലെറ്റ് വാൽവ് ക്ലോസ്ഡ്, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ. അതാണ് വാൽവിന്റെ പൊസിഷൻ. പിന്നെ മറ്റൊന്ന് പ്രധാനമായിട്ടുള്ളത്, അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ ഫ്യൂവൽ ഇഞ്ചക്ടർ ഇഞ്ചക്ട്സ് ദ ഫ്യൂവൽ അറ്റ് വെരി ഹൈ പ്രഷർ. അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ ആണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. അത്രയുമാണ് ഇതില് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വരുന്നു. Okay, thanks all of you.